ആഗ്രഹം ഉണ്ടായിട്ടും മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ഇതുവരെ പോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. പിന്നെ കുറേ പേര് പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ പോകുമ്പോൾ എവിടെ ഇറങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളിവിടുന്ന് ട്രെയിനിൽ പോകുമ്പോൾ ബൈന്ദൂർ എന്നാണ് ആ സ്റ്റേഷൻ്റെ പേര്. അവിടെ നിന്ന് കൊല്ലൂരിലേക്ക് ഒരു 30 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇതെങ്ങനെ പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റേഷൻ ഇറങ്ങി മെയിൻ റോഡിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സുകൾ കിട്ടും. പിന്നെ എല്ലാ ഫാമിലി ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ടാക്സി അവൈലബിൾ ആണ്. ഷെയർ ടാക്സി കിട്ടും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇനി റൂം ബുക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിൽ 4 ഭാഗത്തും ഹോട്ടൽസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുക്കിംഗ് റൂം കിട്ടാനോ ഒന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇതെല്ലാം സീസൺ, പ്രത്യേകിച്ച് വെക്കേഷൻ ടൈം ആണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്ന റേറ്റ് നമുക്ക് കൊടുക്കേണ്ടി വരും. കാരണം അത്രയും അധികം തിരക്കുള്ള ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ടൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഈ വെക്കേഷൻ സമയം ഒഴിവാക്കുക. പിന്നെ ശനി ഞായർ ആ സമയങ്ങളിലും നല്ല തിരക്കുണ്ടാവും കേട്ടോ. ഒന്ന് സമാധാനമായിട്ട് തൊഴാൻ പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും വെക്കേഷൻ മാറ്റി നിർത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി വരുന്നവർ ഒരു രാത്രിയെങ്കിലും ഇവിടെ തങ്ങുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. കാരണം വൈകുന്നേരത്തെ അമ്മയുടെ ഈ ഒരു തിരുനടയിൽ നിൽക്കുന്നത്, സ്വർണ്ണരഥത്തിൽ ദേവി എഴുന്നള്ളുന്ന ഈ ഒരു കാഴ്ച, ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അനുഭൂതി നൽകുന്ന ഒരു കാഴ്ചയാണ്. അപ്പം അതൊന്നും ഒരിക്കലും മിസ് ചെയ്യരുത്.